നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സാങ്കേതിക തകരാർ മൂലം വിമാനം തിരിച്ചിറക്കേണ്ടി വരുന്ന സന്ദർഭങ്ങൾ പതിവാവുകയാണ്. കഴിഞ്ഞ ദിവസം സാങ്കേതിക തകരാർ മൂലം എയർ ഇന്ത്യ എക്സ്പ്രസ് പറന്നുയർന്ന് 45 മിനിറ്റിന് ശേഷം തിരിച്ചിറക്കേണ്ടി വന്നു. ശനിയാഴ്ച വൈകിട്ടോടെയാണ് സംഭവം. മസ്കത്തിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ട 9554 വിമാനമാണ് അടിയന്തരമായി മസ്കറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ തന്നെ തിരിച്ചിറക്കേണ്ടി വന്നത്. മസ്കറ്റിൽ നിന്ന് പറന്നുയർന്ന വിമാനം 45 മിനിറ്റ് പറന്ന ശേഷം വിമാനത്തിന് ചില സാങ്കേതിക തകരാറുണ്ടെന്ന് പൈലറ്റ് യാത്രക്കാരെ അറിയിക്കുകയായിരുന്നു. സാങ്കേതിക തകരാറാണ് വിമാനം അടിയന്തരമായി തിരിച്ചിറക്കാൻ കാരണമെന്ന് തന്നെയാണ് അധികൃതർ നൽകുന്ന വിശദീകരണം. 165 യാത്രക്കാരാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത്. ഒമാൻ സമയം രാവിലെ 10:30 പുറപ്പെടേണ്ടിയിരുന്ന 9554 വിമാനം മണിക്കൂറുകൾ വൈകി വൈകുന്നേരം 3:30 മസ്കറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെട്ടത്. വിമാനത്തിന് ചില സാങ്കേതിക തകരാറുള്ളത് പൈലറ്റിന്റെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നുവെന്നും ഈ വിമാനത്തിന് ഇനി യാത്ര തുടരാനാവില്ലെന്നുമാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതർ അറിയിച്ചിരുന്നത്. യാത്രക്കാരെ മറ്റൊരു വിമാനത്തിൽ തിരുവനന്തപുരത്തോ കൊച്ചിയിലോ എത്തിക്കുമെന്നും അധികൃതർ പറഞ്ഞിരുന്നു. രാവിലെ 10:30 പുറപ്പെടേണ്ടിയിരുന്ന വിമാനത്തിൽ യാത്ര ചെയ്യാനായി പ്രാദേശിക സമയം രാവിലെ 7 മണി മുതൽ തന്നെ യാത്രക്കാർ വിമാനത്താവളത്തിലെ 9ാം ഗേറ്റിൽ എത്തിയിരുന്നു. എന്നാൽ വിമാനത്തിലേക്കുള്ള ബോർഡിംഗ് സമയം 1:30 ആയിരിക്കുമെന്നാണ് യാത്രക്കാർക്ക് നൽകിയ ബോർഡിംഗ് പാസിൽ രേഖപ്പെടുത്തിയിരുന്നത്. വിമാനം പുറപ്പെടാൻ വൈകുന്നത് സംബന്ധിച്ച് മറ്റ് വിശദീകരണങ്ങളൊന്നും തന്നെ അധികൃതരിൽ നിന്ന് യാത്രക്കാർക്ക് ലഭിച്ചതുമില്ല. ഇത് കുട്ടികളും സ്ത്രീകളും അടങ്ങിയ യാത്രക്കാരെ ബുദ്ധിമുട്ടിലാക്കിയിരുന്നു. മണിക്കൂറുകൾ വൈകി 3:30 പുറപ്പെട്ട വിമാനമാണ് 45 മിനിറ്റ് പറന്ന ശേഷം സാങ്കേതിക തകരാർ കാരണം തിരിച്ചിറക്കേണ്ടി വന്നത്. ഇതോടെ അടിയന്തര ആവശ്യങ്ങൾക്കായി നാട്ടിലെത്തേണ്ടവർ ദുരിതത്തിലായി. ഞായറാഴ്ച രാവിലെ 8 മണിക്ക് അമ്മയുടെ മരണാനന്തര ചടങ്ങുകൾക്ക് പങ്കെടുക്കേണ്ട ചാത്തന്നൂർ സ്വദേശി നാട്ടിൽ ICUവിൽ കിടക്കുന്ന പിതാവിനെ കാണാൻ നാട്ടിൽ പോകുന്ന തിരുവനന്തപുരം സ്വദേശി ആൻഡോ, MBBS അഡ്മിഷന് വേണ്ടി അടിയന്തരമായി നാട്ടിൽ റിപ്പോർട്ട് ചെയ്യേണ്ട വിദ്യാർത്ഥി തുടങ്ങി നിരവധി പേരാണ് യാത്ര മുടങ്ങിയതോടെ ദുരിതത്തിലായത്. 12 പേരെ മസ്കത്ത് കണ്ണൂർ വിമാനത്തിൽ ശനിയാഴ്ച രാത്രിയോടെ തന്നെ അയച്ചു. കണ്ണൂരിൽ നിന്ന് കേരളത്തിന്റെ അങ്ങേയറ്റത്തിരിക്കുന്ന തിരുവനന്തപുരത്തേക്കുള്ള യാത്ര ഏറെ പ്രയാസകരമാണെന്നാണ് യാത്രക്കാർ പറയുന്നത്. ബാക്കിയുള്ളവർക്ക് ഹോട്ടൽ താമസം നൽകാനും ഞായറാഴ്ച രാവിലെയുള്ള തിരുവനന്തപുരം വിമാനത്തിൽ കയറ്റിവിടാനുമാണ് അധികൃതർ തീരുമാനിച്ചത്. കഴിഞ്ഞ ദിവസം യാത്രക്കാരുമായി പറന്നുയർന്നതിന് തൊട്ടു മുൻപ് വിമാനത്തിന്റെ എഞ്ചിന് തീപിടിച്ച സംഭവമുണ്ടായി. ഡൽഹി വിമാനത്താവളത്തിൽ നിന്ന് ബംഗളൂരുവിലേക്ക് പറന്ന ഇൻഡിഗോ വിമാനത്തിലായിരുന്നു ഈ സംഭവം ഉണ്ടായത്. 184 പേരാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത്. ടേക്ക് ഓഫ് ഒഴിവാക്കി ഉടൻ വിമാനം സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയതിനാൽ വൻ അപകടമാണ് ഒഴിവായത്. റൺവേയിലൂടെ ഓടിത്തുടങ്ങിയിരുന്ന വിമാനം തീ പടർന്ന നിലയിൽ കുറച്ചുകൂടി നീങ്ങിയ ശേഷമാണ് നിർത്താനായത്. ബംഗളൂരുവിലേക്ക് വെള്ളിയാഴ്ച രാത്രി 10 മണിക്ക് പുറപ്പെടേണ്ടിയിരുന്ന 6E2131 വിമാനത്തിന്റെ എഞ്ചിനുകളിൽ ഒന്നിലാണ് തീ കണ്ടെത്തിയത്. ഇതോടെ അടിയന്തരമായി തിരിച്ചിറക്കുകയായിരുന്നു. വിമാനത്തിലുണ്ടായിരുന്ന 177 യാത്രക്കാരും 7 ജീവനക്കാരും സുരക്ഷിതരാണെന്നും യാത്രക്കാർക്കായി മറ്റൊരു വിമാനം ഏർപ്പെടുത്തിയെന്നുമാണ് വിമാന കമ്പനി അധികൃതർ അറിയിച്ചത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.